അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി സ്വലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദത മിൻ ലിസാനി യഫ്ഖഹു ഖൗലി വബിഹംസത്തിൽ ഖറാരി അമ്മിൽ മുസ്തഫ സദുലില്ലാഹി സയ്യിദി ശുഹദാഇ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇൻഷാ അല്ലാഹ് ചെറിയ റേഞ്ച് ഇഷ്യൂകൾ മറ്റു പല പ്രശ്നങ്ങൾ ഉണ്ടായതുകൊണ്ട് അല്പം നേരെ വൈകിയതാണ്. ചെറിയ യാത്രയിലൊക്കെ ആയിരുന്നു. ഇൻഷാ അല്ലാഹ് നമുക്ക് തുടങ്ങാം. നമുക്ക് ആമുഖത്തിലേക്ക് കടക്കാം. ഇൻഷാ അല്ലാഹ് അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് ഇന്നത്തെ ദിവസം ഞാനിപ്പോൾ ഉള്ളത് ആഷിഖുർ റസൂൽ കുണ്ടൂർ ഉസ്താദ് നവർ അല്ലാഹു മർക്കദ മഹാനവറുകളുടെ ചാരത്താണ്. ഉസ്താദിൻ്റെ അവിടെ സലാം പറഞ്ഞു പോകുന്നതാണ് അപ്പോൾ അതൊക്കെ വലിയ ഭാഗ്യമായിട്ടാണ്, തൗഫീഖായിട്ടാണ് ഞാൻ കാണുന്നത്. കാരണം ആഷിഖുർ റസൂലാണ്. കേരളത്തിൽ ബുർദകൾ ഇത്രമേൽ പ്രാബല്യത്തിൽ കൊണ്ടുവന്ന മഹാനാണ് കുണ്ടൂർ ഉസ്താദ്. അപ്പോൾ അവരുടെയൊക്കെ ഒരു മദദ് ഇതിലുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. മാത്രമല്ല നല്ല റഹ്മത്തിൻ്റെ മഴ പുറത്ത് നല്ല പെയ്യുന്നുണ്ട്. അപ്പോൾ വിഷയത്തിലേക്ക് കടക്കാം. ഇനി വരാൻ പോകുന്ന ദിവസങ്ങളൊക്കെ നമ്മൾ നിരന്തരം ചർച്ച ചെയ്യാൻ പോകുന്നത് മങ്കൂസ് മൗലിദ്. വളരെ പ്രധാനപ്പെട്ട മൗലിദാണ് മങ്കൂസ് മൗലിദ്. അതിൻ്റെ നിർമ്മിക്കാനുള്ള കാരണങ്ങൾ, അതിൻ്റെ പശ്ചാത്തലം, രചയിതാവ് ഒക്കെ ഇൻഷാ അല്ലാഹ് അടുത്ത ദിവസങ്ങൾ എടുക്കാം. അതിൻ്റെ മുമ്പ് മൗലിദ് കഴിക്കുക. എന്താണ് മൗലിദ് എന്നൊക്കെ പറഞ്ഞാൽ? മൗലീദ് എന്നൊക്കെ ചില ആൾക്കാർ പറയാറുണ്ട്. എന്താണ് ഈ മൗലിദ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതിനെപ്പറ്റിയൊക്കെ ഒരു ചെറിയൊരു അറിവ് നമുക്ക് ഉണ്ടായിരിക്കേണ്ടതുണ്ട്. എന്താ ഇപ്പോൾ ഈ മൗലിദ് കഴിച്ചുകൊണ്ടുള്ള കാര്യം എന്താ? ഈ വിഷയത്തെപ്പറ്റി നമുക്ക് അല്പം ജ്ഞാനം വേണം. അപ്പോൾ ഇന്നത്തെ ദിവസം നമുക്ക് ആ വിഷയത്തെക്കുറിച്ച് ചർച്ച ചെയ്യാം. മുത്ത് റസൂലുള്ളാഹി തങ്ങളുടെ മൗലിദ് പാരായണം ചെയ്യുക എന്നുള്ളത് ഏറ്റവും പുണ്യമായിട്ടുള്ള കാര്യമാണ്. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള ഹുബ്ബ് വർദ്ധിക്കാൻ വേണ്ടിയിട്ട്, അതേപോലെ ആ ജീവചരിത്രങ്ങൾ ആയത്തിൽ പഠിക്കാൻ വേണ്ടിയിട്ട്, കാരണം തങ്ങളാണ് ഏറ്റവും ബെസ്റ്റ് റോൾ മോഡൽ. അപ്പോൾ ആ ജീവിതത്തെ പഠിക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ് നമ്മൾ സാധാരണ മൗലിദ് പഠിക്കാറുള്ളത്. ആ തങ്ങളോടുള്ള ഹുബ്ബ് നിലനിർത്താൻ വേണ്ടിയിട്ടാണ് മൗലിദ് നമ്മൾ ചെല്ലാറുള്ളത്. ഉദാഹരണം പറയുകയാണെങ്കിൽ മങ്കൂസ് മൗലിദിൻ്റെ രചനാ പശ്ചാത്തലം അങ്ങനെയാണ്. ഒരു രോഗം വന്നപ്പോൾ ആ രോഗം മാറാൻ വേണ്ടിയിട്ട് മഹാനവറുകൾ ഈ മങ്കൂസ് മൗലിദിനെ രചിക്കുകയാണ്. അത് ചൊല്ലിയിട്ട് ഇന്നും ആളുകളുടെ രോഗം മാറിപ്പോകുന്നുണ്ട്. അപ്പോൾ തങ്ങളോടുള്ള ഹുബ്ബ് ധാരാളമായി വർദ്ധിക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം ലാ യുഅ്മിനു അഹദുക്കും ഹത്താ അകൂന ഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വവലദിഹി വന്നാസി അജ്മഈൻ. എല്ലാ ജനങ്ങളെക്കാളും അർത്ഥം വെച്ചാൽ എന്നെ സ്നേഹിക്കുന്നത് വരെ ആരും തന്നെ മുഅ്മിനാവുകയില്ല എന്ന് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ എല്ലാ ആഴ്ചയിലും അല്ലെങ്കിൽ എല്ലാ ദിവസവും ഒരു ഹദീസെങ്കിലും മൗലിദ് പാരായണം ചെയ്യണം. ഈ മൗലിദ് എന്ന പദത്തിനർത്ഥം ജനന സമയം, ജനിച്ച സ്ഥലം എന്നൊക്കെയാണ്. മഹാന്മാർ അതിൻ്റെ ഇസ്തിലാഹിയായിട്ടുള്ള സാങ്കേതിക അർത്ഥം കിതാബുകൾ കൊടുക്കുന്നുണ്ട്. ഈ ആയത്തിലുണ്ട്. അതേപോലെ തന്നെ മഹാനായ സുയൂത്തി ഇമാം തൻ്റെ അൽ ഹാബിൽ ഫത്താവിലൊക്കെ പറയുന്നത് കാണാം. മൗലിദ് ആഘോഷം എന്ന് പറഞ്ഞാൽ ആളുകളെല്ലാം ഒരുമിച്ച് കൂടുകയും ഖുർആൻ അവർക്ക് സാധ്യമായ ഇതിനെ പാരായണം ചെയ്യുന്നു. എന്നിട്ടോ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജനന സമയത്തുണ്ടായ ദൃഷ്ടാന്തങ്ങളെ പരാമർശിക്കുന്ന ഹദീസുകളും അതെല്ലാം പാരായണം ചെയ്തുകൊണ്ട്, ഭക്ഷണമൊക്കെ വിതരണം ചെയ്തുകൊണ്ട് പിരിയലാണ് ഈ പരിപാടിയെന്ന്, ഈ മൗലിദ് ആഘോഷമെന്ന് മഹാനായ ഇമാം സുയൂത്തി റഹിമഹുല്ലാഹ് അവിടുന്ന് പറയുന്നുണ്ട്. എന്നിട്ട് മഹാനവറുകൾ പറയുന്നൊരു കാര്യമുണ്ട്, ഫയുസ്തഹബ്ബു ലനാ, അത് നമുക്ക് സുന്നത്തും കൂടിയാണ്. ഇൽഹാറ ശുക്രി ബി മൗലിദിഹി ബിജ്തിമാഇ വഇത്ആമി ത്വആം വനഹു ദാലിക. ആ തിരുജന്മത്തിൽ സന്തോഷിച്ചുകൊണ്ട് ഒരുമിച്ച് കൂടലും ഭക്ഷണം കൊടുക്കലും മറ്റു നല്ല പ്രവർത്തനങ്ങളൊക്കെ ചെയ്യലും നമുക്ക് പ്രത്യേകം സുന്നത്തായ കാര്യമാണെന്ന് മഹാൻ പറയുന്നുണ്ട്. അതേപോലെ ഒരുപാട് ഇമാമുകൾ, മഹാൻ ഇമാം അബൂ ഷാം റളിയല്ലാഹു അൻഹു നബവി ഇമാമിൻ്റെ ഉസ്താദ, അദ്ദേഹമൊക്കെ പറയുന്നുണ്ട് നല്ല ബിദ്അത്തുൻ ഹസന, നല്ല കാര്യമാണ് ഈ മൗലിദ് എന്ന് പറഞ്ഞത്. ബിദ്അത്ത് എന്ന് പറഞ്ഞാൽ എല്ലാ ബിദ്അത്തും വലാലത്തും, ഞാൻ ആ ചർച്ചയിലേക്കൊന്നും കിടക്കുന്നില്ല, ചിലപ്പോൾ നമുക്ക് തിരിഞ്ഞോളുന്നില്ല. സാന്ദർഭികമായി ഉണർത്തിട്ട് ഈ വിധ ക്ലാസ്സുകളിൽ എന്ത് സംശയം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ഗ്രൂപ്പിലും ചോദിക്കാം, അതേപോലെ തന്നെ പേഴ്സണലായിട്ടും ചോദിക്കാം, എങ്ങനെയും ചോദിക്കാം. എല്ലാത്തിനും ഇൻഷാ അല്ലാഹ് ഒഴിവിട്ടുമ്പോൾ നമ്മൾ മറുപടി പറയും ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഇത് ബിദ്അത്തുൻ ഹസനയാണ്, നല്ല കാര്യങ്ങൾ. ഇപ്പം നിങ്ങൾ ആലോചിച്ച് നോക്കുക, മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാലത്ത് വലിയ വലിയ സമ്മേളനങ്ങളൊന്നും നടന്നിട്ടില്ല, ഇല്ലല്ലോ. പക്ഷേ നമ്മൾ ഈ കാലത്ത് സമ്മേളനങ്ങൾ നടക്കില്ല. അതെന്താ? ബിദ്അത്തുൻ ഹസനയാണ്. മുത്തനബി തങ്ങളുടെ കാലത്ത് ഒരു സിലബസൊക്കെ സെറ്റാക്കിയിട്ട് മദ്രസയൊന്നും ഉണ്ടായിട്ടില്ല, ഇല്ലല്ലോ. പക്ഷേ നമ്മുടെ അടുത്ത് നല്ല സിലബസൊക്കെ സെറ്റാക്കി ടെക്സ്റ്റ് ബുക്കുകളും എല്ലാവിധ സാങ്കേതികപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് നല്ല മദ്രസ സംവിധാനങ്ങളുണ്ട്. അതെല്ലാം ബിദ്അത്തുൻ ഹസനയാണ്. അതുകൊണ്ട് അതൊക്കെ തള്ളപ്പെടാൻ പറ്റുമെന്ന് പറയാൻ പറ്റുമോ? ഇല്ലല്ലോ. അപ്പം സാക്ഷാൽ നമ്മുടെ മുജാഹിദുകളായിട്ടുള്ള ആളുകളൊക്കെ പറയുന്നത് മൗലിദ് ആഘോഷം ബിദ്അത്താണ്, അതുകൊണ്ട് തള്ളണമെന്നാണ് എല്ലാവരും പറയുന്നത്. അപ്പം നമുക്ക് മറുപടി കാരണം അത് ബിദ്അത്തുൻ ഹസനയാണ്, നല്ല ബിദ്അത്താണ്, നല്ല ബിദ്അത്ത്. അല്ലാഹുവിൻ്റെ മുത്തനബി തങ്ങളോടുള്ള ആ ശറഇനോട് യോജിച്ചതായിട്ടുള്ള കാര്യങ്ങളാണ് ഈ 4 കാര്യങ്ങളുണ്ടല്ലോ. ഇജ്മാ, ഖിയാസ്, ഖുർആൻ, സുന്നത്ത്, ഇജ്മാ, ഖിയാസ്, ഇതിനൊക്കെ യോജിച്ചതാണ് നമ്മൾ ചെയ്യുന്നത്, അല്ലേ? നമ്മൾ ആദ്യം പറഞ്ഞു നല്ല രീതിയിൽ മുത്തനബി തങ്ങളുടെ മൗലിദുകൾ പാരായണം ചെയ്യുന്നു. അപ്പോൾ ഈ തിരുജന്മത്തിൽ സന്തോഷിച്ചുകൊണ്ട് ഒരുമിച്ച് കൂടലൊക്കെ നല്ല കാര്യമാണ്, സുന്നത്താണെന്ന് മഹാന്മാരൊക്കെ സമർത്ഥിക്കുന്നുണ്ട്. അതേപോലെ തന്നെ മുഅ്മിനീങ്ങളെ മഹാനായ ഹസനുൽ ബസരി റളിയല്ലാഹു അൻഹു അവിടുന്ന് പറയുന്നത് കാണാം, ഉഹുദ് മലയോളം സ്വർണ്ണം എൻ്റെ പക്കലിലുണ്ടെങ്കിൽ അതെല്ലാം മുത്തനബി തങ്ങളുടെ മൗലിദിന് വേണ്ടി ഞാൻ ചിലവാക്കുമായിരുന്നു എന്ന് പറയുന്നു. മൗലിദിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. അതേപോലെ ജുനൈദുൽ ബഗ്ദാദി തങ്ങൾ പറയുന്നുണ്ട്, നിങ്ങൾ മൗലിദ് സദസ്സിൽ പങ്കെടുക്കുകയും അതിനെ ആദരിക്കുകയും ചെയ്യുന്നവർ ഈമാൻ കൊണ്ട് വിജയിച്ചു, ഈമാൻ കൊണ്ട് വിജയിച്ചു കഴിഞ്ഞിട്ടോ എന്ന് മഹാനായ ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹു ഒക്കെ പറയുന്നത്. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ നമ്മൾ മൗലിദ് പാരായണം, അത് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ അത് അർത്ഥം അറിഞ്ഞുകൊണ്ട് അത് ചെല്ലാൻ നമുക്ക് കഴിയണം.
അതാണ് നമ്മുടെ ഈ സംരംഭം കൊണ്ടുള്ള ലക്ഷ്യം. അള്ളാഹു തആല ഈ ലക്ഷ്യത്തിലേക്ക് തല തൗഫീഖ് നൽകുമാറാകട്ടെ.